എന്റെ റിൻസി കഷ്ടമായി പോയൊരു ഒരൊറ്റ ഫോട്ടോ എന്റെ ഇല്ല. ആ ഫോട്ടോഗ്രാഫർക്ക് എന്തൊരു തിരക്കായിരുന്നു. ഇരിക്കുന്ന ഫോട്ടോ എടുക്കുന്നു, നടക്കുന്ന ഫോട്ടോ എടുക്കുന്നു, പ്രസവിക്കുന്ന ഫോട്ടോ എടുക്കുന്നു. അവസാനം എന്റെ കയ്യിൽ നിന്ന് അരക്കുപ്പി സ്കോച്ച് മേടിച്ചു കുടിച്ചത് അവന് വെച്ചു. എനിക്ക് അത് കിട്ടാൻ ചെയ്തതായിരിക്കും. എനിക്ക് തോന്നുന്നത് നന്ദി പ്രസംഗം ആയപ്പോഴത്തേക്കും അവന്റെ ഫിലിം റോൾ തീർന്നെന്നാ. ആ താലിപ്പൊലി പെണ്ണുങ്ങളുടെ ഒരു 500 ഫോട്ടോ എങ്കിലും അവൻ എടുത്തിട്ടുണ്ട്. അത് നേരെ ഇതിനകത്ത് 3-4 ഫോട്ടോ അവരുടെ തന്നെ ഫോട്ടോയാ താലിപ്പൊലിക്കാരുടെ. ഒരു കണക്കിന് കഷ്ടമായി പോയി. നീ അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു. നിന്റെ ഫോട്ടോ എങ്കിലും കിട്ടിയാൽ. എന്ത് ചെയ്യാന്ന് പറ. നീ ന്യൂസ് വായിച്ചോടി? ഹ്യൂസ്റ്റണിൽ നമ്മുടെ ജോയിച്ചാന്റെ അമ്മ മരിച്ച ന്യൂസ് ഇതിനകത്തുണ്ട്. ഞാൻ വായിച്ചു. നീ പിന്നെ ചെലപ്പക്കോളം മാത്രമല്ലേ വായിക്കാറുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാ റിൻസിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് മരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവള് കൃത്യമായിട്ട് പറയും. അതാ ഡ്രോയ്ക്കകത്തുണ്ട് മോനെ. ഞങ്ങടാ നിന്റെ പാനിന്റെ ബക്കിൾസ് പൊട്ടിയോ? കറമ്മമാരുടെ കൂട്ടൊരു പാള പാലും ചെവിപൊട്ടന്മാരുടെ കൂട്ടൊരു കുന്ത്രാണ്ട് ചെവിയിലും. ഏഴ് ഇച്ചിരി കൂടുതലാ. ടിവിയിലൊക്കെ കണ്ട് പഠിക്കുന്നതാന്നേ. നാട്ടിലെ ചുമട്ടുകാർക്ക് ഈ സ്റ്റൈലാ. സൂപ്പർമാന്റെ കൂട്ട് പാനിന്റെ മുകളിൽ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കണം. എന്റെ പാനിങ് വന്നേ അത് തിരിഞ്ഞാ ഇനി ഇത് ശകലം താഴോട്ട് താങ്ങാ. എന്നിട്ട് തൊടയടിച്ചാ പൊടിയും പൊക്കണേ കിടന്നു. നീ ആ ചെറുക്കെല്ലാം വളം വെച്ചു കൊടുക്കണത്. ടിവിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം മോള് ചോദിക്കുക ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്. ഞാനൊരു വിധത്തിൽ പറഞ്ഞങ്ങ് ഉഴപ്പി. ഈയിടെയായിട്ട് ടി വി കാണിച്ചിട്ട് കൂടുന്നുണ്ട്. അതാ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോന്ന് കണ്ടും കേട്ടും പഠിക്കുന്നത്. ഞങ്ങളുടെ ഹെഡ് നേഴ്സ് വെറോണിക്ക പറയായിരുന്നു അവള് മക്കൾക്ക് 15 വയസ്സാകുമ്പോ കേബിൾ അങ്ങ് കട്ട് ചെയ്യുന്നു. അവര് കാണിച്ചാൽ എന്നായാലും കാര്യമുണ്ട്. പിള്ളേരുടെ ഈ പ്രായത്തിലൊന്നും ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാ. അതിനാ ഞാൻ പറഞ്ഞത് നമുക്ക് ആ കേബിൾ കട്ട് ചെയ്തിട്ട് ആ മലയാളം ചാനൽ അങ്ങ് എടുത്തൂടെ. ഈ തോന്നിവാസം കാണത്തില്ലെന്ന് മാത്രമല്ല 4 അക്ഷരം മലയാളം പഠിക്കുകയും ചെയ്ത്. അതിന് കഴിഞ്ഞ മാസം അവന്മാര് വന്ന് നോക്കുകയല്ലേ. ആ പുറയിലത്തെ 2 മരം മുറിച്ചാലേ സിഗ്നൽ കിട്ടുമെന്നല്ലേ അവര് വന്നത്. എന്നാ നിങ്ങൾ ആ മരവും കെട്ടിപ്പിടിച്ചങ്ങിരുന്നു. പിള്ളേരെ പല വഴിയിലും പോകണം. പെണ്ണെ കെട്ടിക്കാൻ നേരത്ത് വെട്ടിവെക്കാതെ നല്ല കാശ് കിട്ടും. കണ്ട അവരെ നാളെ തന്നെ ഒന്നോട് വിളിച്ചേക്കാം. ഇനിയിപ്പോ കേബിളിന്റെ കുറവുകൊണ്ട് പിള്ളേര് നശിച്ചു പോയെന്ന് വേണ്ട. Okay, thank you very much. ഒരേണി വെച്ച് മോളിൽ കയറി കുറുക്കുറൂന്ന് 2 വെച്ചതിന് $150. തമ്പുരാനെ, നമ്മുടെ പണി നിർത്തി ഈ പണിക്ക് എങ്ങനെ പോയിരുന്നെങ്കിൽ 10 പുത്തനുണ്ടാക്കാമായിരുന്നു. പോട്ടെ മക്കളെ, വാ നമുക്ക് മലയാളം ചാനൽ കാണാം. മക്കളെ വാ, നമ്മുടെ നാടും നാടിന്റെ കൾച്ചറും ഒന്ന് കാണാം. അയ്യോ, ചാനല് മാറിപ്പോയെന്നാ തോന്നണേ. ഇതേതാണ്ട് പാണ്ടി ചാനല. ഇപ്പൊ വെളുപ്പനെ വിളിക്കേണ്ട ഒരു വാക്കര്. അവിടെ ഞെക്കിയാൽ മതിയായിരുന്നോ? അതെനിക്കറിയായിരുന്നു. പറഞ്ഞെന്താ പോരായിരുന്നോ? Look, Kageyama. That's Naviline. Oh, Kageyama is better anyway. No, she's not. Dude, she's been in more movies than her. What? അപ്പൊ അതാണല്ലേ SMS. ഇതിപ്പോ പണച്ചെലവുള്ള കാര്യമാണെന്ന് ആരറിഞ്ഞു? അതൊന്നറിയാൻ വേണ്ടി വിളിച്ചാ. ഓക്കെ എന്നാ ബൈ. മോള് പാടിക്കേ. എന്റെ കപ്പലെ വെണ്ണിലാവ് നീ നല്ല പാട്ടക്കാരാ. കപ്പല്ല മോളെ, കൽബ്. കൽബെന്താ? അത് മുസ്ലിംകാരുടെ ഒരു സംഭവമാണ്. അതാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലത്തെ കുഴപ്പം. ഇംഗ്ലീഷും അറിയാൻ മേല, മലയാളം അറിയാൻ മേല. ആ പാട്ടുപരിപാടി തുടങ്ങാൻ സമയമായി. ബാബാ. ഇത് കഴിഞ്ഞ പാവം പവിത്രം ഉള്ളതാ.
പച്ചക്കറി എടുത്തോണ്ട് വന്ന ഇവിടെ ഇരുന്ന് അരിയാമല്ലോ. അപ്പൊ നിനക്കിന്ന് ജോലിയില്ലേ? ഓ, ഇന്ന് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ പറമ്പിലെ 2 മുട്ടൻ താടി, ഇന്നത്തെ ഓവർ ടൈം ഗോപി. ഓക്കെ, നിങ്ങൾ ഈ കളിയൊക്കെ നിർത്തി നേരത്തെ ഹോംവർക്കൊക്കെ തീർന്നാണല്ലോ. ഡാഡി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് TV പ്രോഗ്രാംസ് ഒക്കെ കാണാം. നിങ്ങൾക്ക് നാടിന്റെ കൾച്ചറും നാടും ഒക്കെ കാണാൻ വേണ്ടിട്ടല്ലേ ഡാഡി ഡിഷ് കാശ് മുടക്ക് മേടിച്ചു വെച്ചേക്കണേ. കുഴപ്പമില്ല കേട്ടോ. നാട്ടിൽ മേരി ആന്റിക്ക് വലിവ് കൂടുതലാണെന്ന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞേ? അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ ഓൾറെഡി ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴി ഇന്ത്യ സ്റ്റോറിൽ കയറും. അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. ജോർജ്, എന്തുണ്ട് വിശേഷങ്ങള്? എന്നാ വിശേഷം? ജോലി കഴിഞ്ഞ് നേരെ പോകുന്നു. മീൻ വല്ലതും വന്നിട്ടുണ്ടോ? നല്ല ഫ്രഷ് മത്തി വന്നിട്ടുണ്ട്. എന്നാ വില? $5 വിലയാ. $5? അത്രയും ഫ്രഷ് വേണ്ട. എന്തൊരു സമയട്ടാ ഇവിടെ വഴുതനങ്ങ അവിടെ പോയി? ഇവിടെ കാണാനില്ലല്ലോ. ഇതാരെ നമ്മുടെ TG രവിയോ? ഇതെപ്പോ എത്തി? ഇതാര് ബൈജോ? ഇതന്നെ വഴുതനങ്ങയുടെ സൗന്ദര്യം നോക്കി പഠിക്കാ. മതിയുടെ സൗന്ദര്യം നോക്കിയ കല്യാണം കഴിക്കാനൊന്നുമല്ലോ, കറി വെക്കാനല്ലേ. എന്തൊക്കെയുണ്ട് ജോർജിന്റെ വിശേഷങ്ങള്? എന്റെ മാനെ അങ്ങനെ അങ്ങ് പോണു. അല്ല, നിന്റെ കല്യാണം കഴിച്ചിട്ട് എന്തായി? കല്യാണം കഴിച്ചിട്ട് എന്തുട്ടാവാൻ? അതല്ലടാ വേണ്ടേ, ആർക്ക് ജോലി വല്ലതും ആയോന്ന്? ഓ, ജോലിയോ? ഇല്ല, അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ H4-ലല്ലേ. ഓ, അത് ശരി. അപ്പൊ എങ്ങനെ നേരം കളയണം? നേരം കളയാനാണ് പ്രശ്നം. 24 hours TV. 24 മണിക്കൂറും ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അത് കൊള്ളാം, അത് കൊള്ളാം. നമുക്ക് കറിവയും പരിപാടിയും എല്ലാം നമ്മുടെ നിലയിലാ. ഓ, ഈ ടിവിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്ത്. രാവിലെ ജോലിക്ക് പോകുന്ന മൂപ്പിലാത്തി ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനിയിപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് മേടിക്കണമെന്ന്. പിന്നെ അത് കൊല്ലാപ്പോ പരിപാടി. ഹലോ, എന്നാ പച്ചക്കറി മേടിക്കണ്ടേ? ഫ്രഷ് ആയത് എന്തെങ്കിലും. ഇവിടെ എല്ലാം ഫ്രഷാ. ഞാനൊരു 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കട്ടെ. പരസ്യമായതും വിളിക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ. മുടിഞ്ഞ TV കാരണം എപ്പോഴും അതിനകത്ത് തന്നെയാണ്. അവിടേക്ക് വെച്ചോളൂ. അല്ല, ഇതെന്ത് പറ്റി? എന്നാ പറ്റിയോളാം? Somebody died. മേരിയാൻഡി, വയസ്സായ ആൾക്കാരുടെ കാര്യമല്ലേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഞാനൊന്നും പറയുന്നില്ല. ഡാഡി, മമ്മി സീരിയൽ കണ്ടിട്ടാ. സീരിയൽ കണ്ടിട്ടാ? സീരിയൽ എന്ത് പറ്റി? സീരിയലിന്റെ ഹീറോയിൻ എന്താണ്ട് വെച്ചോ. സീരിയലിലെ ഹീറോയിൻ മരിച്ചിട്ടാ നീ കരണേ? നോക്കാതെ എടുത്തു പോയി വിശന്നിട്ട് കുടല് തിരിയണു. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നീ എന്നാട് പറഞ്ഞു? പിന്നെ എന്നാ ഉണ്ട് ഇവിടെ? ചെറു ചോറും മോരും ഉണ്ട്. മോരെങ്കിൽ മോര് എടുക്ക. ഇത് വലിയ കുരിശായല്ലോ ഈ കുതിരാണ്ടം മേടിച്ച് ഇവിടെ വെച്ചത്. സമയത്ത് ആരും കിട്ടിയാലോ ഒന്നും കിട്ടിയല്ലോ. ഒരു മോര് കറി ഇങ്ങോട്ട് വന്നേക്കണം. രാവിലെ പോലെ വൈകുന്നേരം വരെ ടിവിയുടെ മുമ്പിലിരുന്ന ആ നേരത്തെ എന്തെങ്കിലും ഇച്ചിരി മീനോ പച്ചക്കറിയോ വല്ല ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്നാ പറയാനാ? ഉള്ളത് കഴിയും മക്കളെല്ലാം. പിന്നെ ഡാഡിക്ക് വേറെ വൈഫ് ഉണ്ടോ? 2-3 വേണമെന്നുണ്ടാവും. ഒരെണ്ണം കണ്ട് തന്നെ മടുത്തിരിക്കുക. അല്ല, കുട്ടൻ തന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, സീരിയൽ എപ്പോഴും എല്ലാവർക്കും 2-3 വയസ്സുണ്ട്. അതുപോലെ അവരെപ്പോഴും ഫൈറ്റിങ്ങും കരച്ചില. അതാണ് നമ്മളുടെ കൾച്ചർ. അതല്ല നമ്മുടെ കൾച്ചർ. അതിന്റെ പേര് സീരിയൽ കൾച്ചർ എന്ന് പറയും. അത് ചുമ്മാ തട്ടിപ്പിന് വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കണല്ലേ. നമ്മുടെ മലയാളം കൾച്ചർ വേറെയുണ്ട്, മനസ്സിലായോ? What is Malayalam culture? അത് പിന്നെ മലയാളം കൾച്ചർ ഈസ്